ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിയ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ 39ാമത് എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് നാം. വ്യക്തിബന്ധങ്ങളുടെ ഇസ്ലാമിക മാനം എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ കെട്ടിപ്പടുത്ത ബന്ധങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ടാലും ഏകാന്ത ജീവിതത്തോട് വിമുഖത കാണിക്കുന്നതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം. വികാരങ്ങളും പ്രതീക്ഷകളുമുള്ള, സ്നേഹവും കരുതലുമെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന മാനസിക ആവശ്യമായി മാറുന്നതും. ഈ ഭൂമിലോകത്തേക്ക് പിറന്നു വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളുടെ ഒരു ശൃംഖലയുമായിട്ട് അവന്റെ ജീവിതം ബന്ധിക്കപ്പെടുകയാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, മറ്റ് സമൂഹത്തിലെ വ്യക്തികൾ എന്നിങ്ങനെ ധാരാളം ബന്ധങ്ങളുമായിട്ട് അവന്റെ ജീവിതം കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്. ഈ ബന്ധങ്ങളെയെല്ലാം വേണ്ട പോലെ നീതിയുക്തമായി നിലനിർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ ഇത്തരം ബന്ധങ്ങൾക്കൊന്നും യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രക്തബന്ധത്തിന്റെ വിലയറിയാത്ത, സൗഹൃദങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത, ഗുരുശിഷ്യ ബന്ധത്തിന്റെ മൂല്യമറിയാത്ത ഒരു സമൂഹം നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വ്യക്തിബന്ധങ്ങളുടെ ഇസ്ലാമിക മാനം നാം ചർച്ച ചെയ്യുന്നത്. എത്ര സുന്ദരമായാണ് ഈ ബന്ധങ്ങളെ ഇസ്ലാം പരിഗണിക്കുന്നത്. യാതൊരുവിധ പരിചയമോ യാതൊരുവിധ ബന്ധമോ ഇല്ലാത്ത ആളുകൾക്കിടയിൽ പോലും ഒരു ഭരണകൂടത്തിന് കീഴിൽ നിയമാനുസൃതമായി ജീവിക്കുന്നവർ എന്ന നിലക്ക് ഇസ്ലാം ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ അഭിമാനവും പരസ്പരം സംരക്ഷിച്ചു കൊള്ളുവാനുള്ള ഉത്തരവാദിത്വം ഇസ്ലാം അവരെ ഏൽപ്പിക്കുന്നു. വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനമായ കുടുംബ ബന്ധത്തെ ഇസ്ലാം എങ്ങനെയാണ് പരിഗണിക്കുന്നത്? എത്ര വലിയ സ്ഥാനമാണ് കുടുംബ ബന്ധത്തിന് ഇസ്ലാം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കണ്ട സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം കുടുംബ ബന്ധം അള്ളാഹുവിനോട് തന്നെ വിച്ഛേദിക്കുന്നവരിൽ നിന്ന് കാവൽ തേടുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അല്ലയോ കുടുംബ ബന്ധമേ, നിന്നെ വിച്ഛേദിച്ചവരെ ഞാൻ എന്റെ റഹ്മത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതും നിന്നെ ചേർത്തിയവരെ ഞാൻ എന്റെ റഹ്മത്തിലേക്ക് ചേർത്തുന്നതും നീ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നാണ്. മറ്റൊരു വേള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ച രാവിലും മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമെന്നും അക്കൂട്ടത്തിൽ നിന്ന് കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുമാണ്. എത്ര വലിയ മഹത്വമാണ് കുടുംബബന്ധം ചേർക്കുന്നതിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കണമെന്നും അവരുടെ ദുഃഖവേളയിൽ അവരെ സഹായിക്കണമെന്നും ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ലേ? വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തിൽ മറ്റു പ്രധാനപ്പെട്ട ബന്ധമാണ് അയൽവാസികളുമായുള്ള ബന്ധം. നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരേണ്ടവരാണ് അയൽവാസികൾ. വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ വ്യത്യാസമില്ലാതെ, ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ അയൽവാസി എന്ന നിലക്ക് അവർക്ക് നൽകേണ്ട പരിഗണന നാം നൽകേണ്ടിയിരിക്കുന്നു. അവരുടെ അവകാശങ്ങൾ നാം വകവെച്ചു കൊടുക്കണം. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്: വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 പ്രാവശ്യം അവൻ പരിപൂർണ വിശ്വാസിയാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തോട് ചോദിക്കപ്പെട്ടു, ആരാണ് നബിയെ ആ ഒരു മനുഷ്യൻ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖ. ഏതൊരുത്തന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസികൾ നിർഭയരാകുന്നില്ലയോ അവൻ പരിപൂർണ മുഅ്മിനാകുന്നില്ല എന്ന്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാളുടെ സ്ഥാനം അളക്കുന്നതിന് മാനദണ്ഡമാക്കപ്പെടുന്നുണ്ട് തന്റെ അയൽവാസികളുമായിട്ടുള്ള പെരുമാറ്റം. നമുക്ക് തന്നെയും
നമ്മുടെ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള പെരുമാറ്റം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു ഉപദേശം നമുക്കൊക്കെയും പാഠമല്ലേ. ഓ അബൂദർ, നീ നിന്റെ വീട്ടിൽ കറി പാകം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിലെ വെള്ളം അല്പം കൂട്ടിവെക്കുക. നീ നിന്റെ അയൽവാസിയെ സഹായിക്കുക. ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കൈമാറുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് എങ്കിൽ പോലും അതും ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണല്ലോ എന്ന നിലക്ക് സമീപിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത്. ചെറിയവരും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം, അതും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഒരിക്കൽ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു വൃദ്ധനായ ആള് കടന്നു വരുന്നു. അന്നേരം അദ്ദേഹത്തിന് വഴി കൊടുക്കാൻ ജനങ്ങളെ മാന്തം കാണിക്കുന്നത് കണ്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറിയവരോട് കരുണ കാണിക്കാത്തവനും മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന്. പ്രത്യേകം പരിഗണന അർഹിക്കുന്നവരാണ് മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവർ. ശർഅ അവരെ പരിഗണിച്ചിട്ടുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങൾ അവരെ പരിഗണിച്ചുകൊണ്ട് നമസ്കാരം ലഘൂകരിക്കണമെന്നും ഇമാമത്തിന് പരിഗണിക്കുമ്പോൾ പ്രായം മാനദണ്ഡമാക്കുന്നുണ്ട്. മുതിർന്നവരും ചെറിയവരുമെല്ലാം ഉള്ള ഒരു സദസ്സിൽ വെച്ച് അവരെ പരിഗണിച്ചുകൊണ്ട് മൗനം പാലിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അവരോട് നാം പാലിക്കേണ്ട മര്യാദകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഏതൊരു ബന്ധത്തെ പരിഗണിക്കുമ്പോഴും ഇരു കൂട്ടരെയും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം സംസാരിക്കുന്നത്. സൗഹൃദങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സൗഹൃദങ്ങൾ നന്മയുടെ സൗഹൃദങ്ങളായിരിക്കണം, നന്മയുടെ മാർഗത്തിലുള്ളതായിരിക്കണം, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേക തണലിൽ ലഭിക്കുന്ന ആളുകളെ എണ്ണുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. രണ്ടാളുകൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രിയം വെച്ചവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഗമിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വേർപിരിഞ്ഞു പോവുകയും ചെയ്യുന്നവരാണ്. ഇത്തരത്തിൽ നല്ല നല്ല ബന്ധങ്ങളായിരിക്കണം നമ്മുടെ ബന്ധങ്ങളൊക്കെയും. എങ്കിൽ അത് നാളെ പരലോകത്തും ഉപകാരമുള്ള ബന്ധങ്ങളായിട്ട് മാറും. അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ലോകത്തിന് മുഴുവൻ ഇസ്ലാം മാതൃക കാണിച്ചു കൊടുത്തില്ലേ? അടിമകൾക്ക് അടിമകളുടെ അവകാശം നേടിക്കൊടുക്കാൻ പ്രയത്നിച്ച മതമാണ് ഇസ്ലാം. അടിമകളോട് ഉടമകളുടെ അവകാശത്തെപ്പറ്റിയും ഉടമകളോട് അടിമകളുടെ അവകാശത്തെപ്പറ്റിയും ബോധ്യപ്പെടുത്തി കൊടുത്തു ഇസ്ലാം. അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ ഒരു സംഭവം ലോകത്തിന് മാതൃകയാണ്. അദ്ദേഹം നല്ല സുന്ദരമായ വസ്ത്രം, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അടിമയും അതേ രീതിയിൽ മുന്തിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇത് കണ്ട ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ ശകാരിച്ചു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മയെ പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വഷളാക്കി. ഇത് കേട്ട ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബൂദർ അഅയ്യർതഹു ബി ഉമ്മി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അല്ലയോ അബൂദറേ, നീ അദ്ദേഹത്തിന്റെ ഉമ്മയെ പറഞ്ഞു വഷളാക്കിയോ? നിന്നിൽ ജാഹിലിയത്തിന്റെ ദുർഗുണങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന്. തുടർന്ന് ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വൃത്തന്മാർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരെ അല്ലാഹു നിങ്ങളുടെ കീഴിലാക്കിയെന്നേ ഉള്ളൂ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സഹോദരൻ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുക, നിങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ ധരിപ്പിക്കുക. അവർക്ക് പ്രയാസകരമായ ജോലികൾ നിങ്ങൾ ഏൽപ്പിക്കരുത്. അത്തരത്തിൽ പ്രയാസകരമായ വല്ല ജോലിയും ഏൽപ്പിച്ചാൽ അവരോട് കൂടെ അതിൽ നിങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്യുക എന്ന് ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ ഇസ്ലാം തന്നെ ഈ അടിമകളോട് ഉടമയുടെ അവകാശങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആത്മാർത്ഥമായിട്ട് കീഴ്പ്പെട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഏതൊരു അടിമയാണോ
തന്റെ യജമാനോടും റബ്ബിനോടുമുള്ള ഹക്കുകൾ യഥാവിധം വീട്ടുന്നത് എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് വെച്ച് 2 കൂലി ലഭിക്കുമെന്ന് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ അവിടെയും 2 പേർക്കും നീതിപരമായ രീതിയിൽ ഇസ്ലാം ഇടപെടുകയാണ്. 2 പേരോടും പരസ്പരം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന് കൽപ്പിക്കുകയാണ്. ഒരു തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി നൽകണമെന്ന് ഇസ്ലാം കൽപ്പിക്കുകയാണ്. ഇത് ലോകത്തിന്റെ മാതൃകയല്ലേ? ഒരു തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് വേണ്ട പണികളെല്ലാം എടുപ്പിച്ചതിന് ശേഷം മര്യാദയായ കൂലി ലഭിക്കുന്നില്ല എങ്കിൽ, നൽകിയിട്ടില്ല എങ്കിൽ, നാളെ പരലോകത്ത് ആ ഒരു തൊഴിലാളിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വാദിക്കുമെന്ന് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ ഇസ്ലാം തൊഴിലാളികളോട് ഉടമസ്ഥന്റെ അവകാശത്തെപ്പറ്റിയും അദ്ദേഹത്തിന്റെ തൊഴിലിൽ ആത്മാർത്ഥത കാണിക്കണമെന്നതിനെ പറ്റിയും ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇവിടെയും 2 പേരും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇസ്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഏതൊരു കച്ചവടവും വസ്തുവിനെ കണ്ടതിന് ശേഷം വില പറഞ്ഞുറപ്പിച്ച് പരസ്പര തൃപ്തിയോടുകൂടെ ആയിരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. അതിൽ നിന്ന് വേണ്ടത് ആ കച്ചവടം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശവും ഇസ്ലാം നൽകുന്നുണ്ട്, നിബന്ധനകളൊത്ത് മാത്രം. അതുപോലെ തന്നെ ന്യൂനതയുള്ള വസ്തുക്കൾ അറിഞ്ഞുകൊണ്ട് മറ്റേയാളോട് പറയാതെ വിൽക്കരുത്, വിൽപ്പന നടത്തരുത് എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. വസ്തു വാങ്ങാൻ താല്പര്യമില്ലാതെ ഒരാൾ വില പറഞ്ഞതിന്റെ മേൽ വീണ്ടും വില കൂട്ടി പറയൽ ഹറാമാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയും കച്ചവട ബന്ധങ്ങൾ സുതാര്യമായി നടക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് അയാളോട് നമുക്ക് ബന്ധമുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും നമ്മുടെ മേൽ ബാധ്യതയാണ്. പലപ്പോഴും ഇത് നിർബന്ധിത ബാധ്യതയായിട്ട് വരും. മുസ്ലിങ്ങളുടെ സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഹിതം തന്നെ യാത്രക്കാർക്ക് മാറ്റിവെക്കുന്നതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിയമപ്രകാരമുള്ള വിധികർത്താക്കൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും ജനങ്ങൾ തിരിച്ചെങ്ങനെ പെരുമാറണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഇത്തരം വിധികർത്താക്കൾ യാതൊരുവിധ ഹദിയയും സ്വീകരിക്കരുത് എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. വിധി തീർപ്പുകൾ നടത്തുമ്പോൾ നീതിപരമായിട്ട് നടത്തണമെന്നും ദേഷ്യപ്പെടുന്ന അവസ്ഥയിൽ വിധി തീർപ്പ് നടത്തരുത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ ധാരാളം ബന്ധങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. ദുഷ്ടതയുടെ കൂട്ടുകെട്ടുകൾ, അനീതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനെയെല്ലാം ഇസ്ലാം ശക്തമായ രീതിയിൽ താക്കീത് നൽകുന്നു. അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും ആ ബന്ധങ്ങളിലെല്ലാം അതിലുള്ള വ്യക്തികൾക്ക്, ഇരു വിഭാഗത്തിലുള്ള വ്യക്തികൾക്കും അവരുടെ ദീനിനും അവരുടെ സംരക്ഷണത്തിനും അവരുടെ അഭിമാനത്തിനും യോജിച്ചതെന്തോ അതിനനുസരിച്ചു കൊണ്ടാണ് ഇസ്ലാമിന്റെ ഇടപെടലുകൾ, അതിനനുസരിച്ചു കൊണ്ടാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ. ആ ഒരു അധ്യാപനങ്ങളിലും നിയമങ്ങളിലും നിലനിന്നുകൊണ്ടായിരിക്കണം നമ്മുടെയും ഓരോ ബന്ധങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.